ജമ്മു കശ്മീരും മറ്റ് അതിർത്തി സംസ്ഥാനങ്ങളുമൊക്കെ സാധാരണ നിലയിലേക്ക് ഇതാ എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നല്ല എത്തിയിരിക്കുന്നു. വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം ആദ്യ മണിക്കൂറുകളിൽ പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായെങ്കിലും രാത്രി 11 ശേഷം മറ്റ് ആക്രമണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. സൈനിക വൃത്തങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ അവസാന ഗ്രാമമായ സീറോ പോയിന്റിൽ നിന്ന് ഇന്ത്യ പാക് അതിർത്തിയിലെ ഏറ്റവും അവസാനത്തെ ഗ്രാമമാണ് സീറോ പോയിന്റ്. അവിടെ നിന്ന് ബി ബാലഗോപാലും ജഗദീഷ് ബിഷ്ടും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലു, കഴിഞ്ഞ കുറേ ദിവസമായി സംഘർഷഭരിതമായ അന്തരീക്ഷമായിരുന്നു. ബാലു, ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ സ്ഫോടന ശബ്ദങ്ങളൊക്കെ കേട്ടി രാത്രി കഴിയേണ്ടി വന്നത്. ഭീകരമായ അന്തരീക്ഷമായിരുന്നു ഇന്നലെ. ഈ സമയത്ത് ബാലു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യവും നമ്മൾ തന്നെ ഇവിടെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നലെ എന്താണ് ഉണ്ടായത് എന്ന്. അതിൽ നിന്ന് ഇന്നലെയിൽ നിന്ന് നേരെ വിപരീതമായ ഒരു ദിവസമാണ് ഇന്നിപ്പോൾ കടന്നു പോകുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? പൂർണ്ണമായും സമാധാനപരമായിട്ടൊരു അന്തരീക്ഷമായി കഴിഞ്ഞോ? അക്ഷയ്, എൻ്റെ ജീവിതത്തിലെ പകലും രാത്രിയും പോലുള്ള വ്യത്യാസം പോലെയാണ് ഇന്നലത്തെ ദിവസവും ഇന്നത്തെ ദിവസവും എന്ന് പറയാം. ഇന്നലെ ഈ സമയത്തൊക്കെ ഈ രജൗരിയിൽ നിൽക്കുമ്പോൾ വലിയ ഈ ആശങ്കയും അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഈ ഷെല്ലിങ്ങിനൊക്കെ കഴിഞ്ഞുണ്ടാകുന്ന ജനങ്ങളുടെ വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇന്നലെ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആർ എസ് പുരയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. അവിടെയാണ് കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ നടത്തിയ വെടിവെപ്പിൽ ഒരു BSF ഇൻസ്പെക്ടർ മരിച്ചത്. മുഹമ്മദ് ഇംതിയാസ് വീരചരമം വരിച്ചത് ആ ഗ്രാമത്തിലാണ്, ആ പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് വളരെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മീറ്ററോളം അകലെയാണ് ഈ ഇന്റർനാഷണൽ ബോർഡർ. ഇത് ഈ നഗരത്തിലെ ഈ സ്ഥലത്തെ ഈ RS പുരയിലെ സുജേത് ബാഗ് എന്ന് പറഞ്ഞ ഗ്രാമമാണ്. ഇതാണ് സീറോ പോയിന്റ്, അതായത് ഇന്ത്യ പാക് അതിർത്തിയിലെ ഏറ്റവും അവസാനത്തെ ഞാൻ ജഗദീഷ് ബിഷ്ണു ഉള്ളത്. നമ്മൾ ഇവിടെയുള്ള നാട്ടുകാരോട് എന്നെ ചോദിക്കാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും ഇങ്ങനെ ഈ കാണുന്നത് പോലെ തന്നെ നാട്ടുകാർക്കൊന്നും ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു ആശ്വാസകരമായ ഒരു അന്തരീക്ഷം. ഗ്രാമമാണല്ലോ അതിർത്തിയോട് തൊട്ട് ചേർന്ന് നമ്മുടെ ഏറ്റവും അവസാനത്തെ ഗ്രാമം. അവിടെ ഗ്രാമീണർ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റുമുട്ടൽ നടക്കുമ്പോഴും അവർ ഉണ്ടായിരുന്നു. അതോ ഇപ്പോൾ മടങ്ങി വന്നതാണോ? കുറിച്ച് ചോദിക്കാം. കാരണം ഈ സ്ഥലത്തിന്റെ പ്രത്യേകത അതെല്ലാം അവരിൽ നിന്ന് തന്നെ നമുക്ക് പ്രേക്ഷകരിൽ എത്തിക്കാൻ വേണ്ടി കഴിയും. അത് കാരണം കൃത്യമായി അത് പറയേണ്ടത് അവർ തന്നെയാണ്. इधर से कितना दूर हो गए इंटरनेशनल बॉर्डर का? ये 0 पॉइंट गाँव है ना? बॉर्डर तो यहाँ से 100 मीटर ही है, बस 100 मीटर है जहाँ बैठे हैं, यहाँ से 100 मीटर। ओके, उसके बाद फेंसिंग है? उसके बाद फेंसिंग के बाद नो मैंस लैंड है। अच्छा, कल से सीज फायर हो गया, उसके पहले का जिंदगी और बाद का जिंदगी में क्या फर्क है? पहले की जिंदगी वैसे अभी भी वैसे ही है। नहीं, फायर में तो दिक्कत होता है। देखो, एक बार नहीं, हमको यहाँ से कोई 10 बार उठने पड़ा है। हर महीने उठने पड़ता है। अभी जब से ये मोदी आया तब से कम 2-3 साल ही निकले हैं। बाद में फिर देख लो वैसा ही हाल आ गया जैसे पहले था। हाँ। पिछले 2-3 दिन में इधर लगातार फायरिंग था ना? मतलब जब से सीज फायर वायलेशन हो रहा है तब से लोगों को काफ़ी दिक्कत थी, क्योंकि यहाँ ये 0 लाइन पे है, बिल्कुल सुचेतगढ़, यहाँ से भागना पड़ता है पीछे। तो लोगों ने मवेशी वगैरह रखे हुए होते हैं, रात को भागना पड़ता है, सुबह आकर फिर उनके लिए चारे चूरे का बंदोबस्त करना पड़ता है। इसलिए लोग यही चाहते हैं कि सीज फायर वायलेशन ना हो, सीज फायर बना रहे और अपनी ज़िंदगी लोग आराम से जीते रहें, सुख शांति से। हम तो यही चाहते हैं कि युद्ध ना हो, क्योंकि युद्ध से तो भंग होता है सब कुछ। देश में भी मतलब हर काम में घाटा ही घाटा है। ओके, कल तो ये सीज फायर का ऐलान होने के बाद फिर इधर फायरिंग हो गया। था कोई 5 बजे हमें न्यूज़ मिला था, तो उसके बाद 9 बजे फिर पाकिस्तान ने फायरिंग की यहाँ पे। तो ड्रोन भी आए पाकिस्तान से, तो उसके बाद 9 बजे के बाद शायद फिर सीज फायर कायम हो गया। अच्छा, जब क्या हमको पाकिस्तान में भरोसा कर सकता है? नहीं कर सकते। क्यों नहीं कर सकते? कर सकता, वो पूरा उग्रवादी हो चुका है। उसकी फौज और उग्रवाद एक है। पाकिस्तान की बात नहीं करते, तो उनकी मदद कर रहे हैं, उसका खतरा है सिर्फ उग्रवाद का। जब फायरिंग होता है आप लोग क्या करता है इधर? हम छुपा जाते हैं और क्या करते हैं, बच्चे पीछे भेज देते हैं, छुपा कर टाइम पास कर। पशु रखे हैं ना, उसको पालना है। ओके, वो दादा कुछ बोल रहे? आप बोलते हैं उनके ऊपर भरोसा करना चाहिए।
पाकिस्तान को? पाकिस्तान को जब गुरु गोबिंद सिंह ने जंग लड़ा था ना, उस टाइम उसने बोला था ये बाँह को तेल लगा, जितने तेल बाँह को लगे उतनी कसम चुके बंद मत उनके ऊपर यकीन करना। मारे होने वाले। क्या आपको उम्मीद है कि ये सीज फायर तो उसमें क्या फर्क हो जाएगा? मैं कभी बोला नहीं इनको, तो कुछ भी नहीं होगा यार, कुछ भी नहीं होगा ना, वो सक्सेसफुल नहीं हो जाएगा? ना, बिल्कुल बिल्कुल. हाँ बिल्कुल. ഇതൊക്കെയാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതായത് ഇന്നലെ വരെ ഇവിടെ വലിയ തോതിലുള്ള ഈ വെടിവെപ്പൊക്കെയാണ്, അതിർത്തിയിൽ വെടിവെപ്പൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഷെല്ലിംഗ് ഉണ്ടായിട്ടില്ല. പക്ഷേ അതിർത്തി വളരെ അടുത്തായതുകൊണ്ട് തന്നെ വെടിവെപ്പായിരുന്നു സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം അദ്ദേഹം പറഞ്ഞത്, വൈകിട്ട് 5 മണിക്കാണ് ഈ സീസ് ഫയറിനെ സംബന്ധിച്ചുള്ള ഈ വെടിനിർത്തൽ കരാറിനെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ തങ്ങൾ കേട്ടിരുന്നത്. പക്ഷെ അതിനുശേഷവും 9 മണിവരെ ഈ പ്രദേശങ്ങളിൽ ഈ വെടിവെപ്പ് ഉണ്ടായിരുന്നു, ഡ്രോണുകൾ എത്തിയിരുന്നു എന്നൊക്കെയാണ് നാട്ടുകാരുടെ ദൃക്സാക്ഷി, അതായത് നേരിട്ട് ഇത് കാര്യം കണ്ട് അനുഭവിച്ചവരാണ് പറയുന്നത്. സീറോ പോയിന്റിൽ നിന്നാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് ഇന്റർനാഷണൽ ബോർഡറിൽ നിന്ന് ഏതാണ്ട് 100 മീറ്ററിൽ താഴെ മാത്രമാണ് സ്ഥലമുള്ളത്. അത് അവിടെ ഫെൻസിംഗ് ഉണ്ട്. ഇവിടെ ഈ അതിർത്തിയിൽ ഫെൻസ് കെട്ടി, ഈ വേലി കെട്ടിയിട്ടുണ്ട്. ആ വേലി ഇന്ത്യയുടെ വേലി, അതിനുശേഷം ഒരു നോമാൻസ് ലാൻഡ് ആണ്. അതിനുശേഷമാണ് പാകിസ്ഥാന്റെ ഈ ഫെൻസിംഗ് വരുന്നത്. ആ ഫെൻസിംഗിന്റെ അടുത്തുള്ള പോസ്റ്റുകളിൽ നിന്നാണ് നിരന്തരം പ്രകോപനം ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കഴിഞ്ഞ 3 വർഷമായിട്ട് അതായത് പഹൽഗാമിന് തൊട്ടു മുമ്പ് ഏതാണ്ട് 3 വർഷത്തോളം ഇവിടെ കാര്യമായ തോതിലുള്ള വെടിവെപ്പൊന്നും ഇല്ലായിരുന്നു. പിछले 3 साल से इधर उतना नहीं सीज फायर वायलेशन नहीं था ना? नहीं, काफी देर चल गया, मेरे ख्याल 8-10 साल हो गया यहाँ पे फायरिंग नहीं हुई थी। तो अभी उसके बाद अभी हुई है, अभी हुई. हाँ. तो पहले सुख शांति बनी हुई थी, लोग अपना आराम से काम कर रहे थे, खेती बाड़ी कर रहे थे, आराम की जिंदगी जी रहे थे. तो पाकिस्तान पहले भी शुरू से काफी यही हाल होता था, जब भी शाम को कभी दिन को कभी भी सीज फायर वाले देता था. तो सीज फायर में तो लोगों को काफी दिक्कत होती है, क्योंकि ये जीरो लाइन पे है ना. तो इनकी जमीन भी ज्यादातर जीरो लाइन पे है, पाकिस्तान के बॉर्डर पे ही है. तो वहाँ काम करने के लिए जाते थे तो पाकिस्तान अक्सर फायर कर देता था. आपको फेंसिंग के उस तरफ जाने का परमिशन है? फेंसिंग के आगे हमारी थोड़ी जमीन है जो बॉर्डर के साथ लगती है. तो वो जब शांति हो ना, तो जब फसल का टाइम हो तो तब गेट के पास हमारा आधार कार्ड सबमिट होता है. उसके बाद हम आगे काम करने के लिए जाते हैं. സീറോ പോയിന്റിൽ നിന്നാണ്, ഇന്ത്യ പാക് അതിർത്തിയിലെ ഏറ്റവും അവസാനത്തെ ഗ്രാമത്തിൽ നിന്നാണ് ബി ബാലഗോപാൽ തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അവിടുത്തെ നെറ്റ്വർക്കിന് അല്പം പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. എങ്കിലും ആ വിവരങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തി. ഏറ്റവും ഒടുവിലത്തെ ഗ്രാമത്തിലേക്ക് എത്താൻ കഴിയുക ബാലു റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടാണ്. അവിടെ നിന്ന് മാറുന്നു, വലിയ തെളിഞ്ഞ മുഖത്തോടുകൂടി, തെളിമയുള്ള മുഖത്തോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുകയാണ്. മറ്റൊന്ന്, നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ ഉള്ളതുപോലെ തന്നെ അവിടെ ആളുകൾ സാധാരണ രാവിലെ വന്നിരുന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആ ഗ്രാമം എന്നുള്ളതാണ്.